എല്ലാവരെയും കൃപാസന മാതാവ് അനുഗ്രഹിക്കട്ടെ. ആദ്യം തന്നെ മാതാവിനോട് 1000 നന്ദി പറയുവാണ്. കാരണം മാതാവ് ഈ ചാനലിലെ ലൈവിൽ ജോയിൻ ചെയ്ത് പങ്കെടുക്കുന്ന എല്ലാവരുടെയും കാര്യത്തിലും മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ മാതാവിനോട് നന്ദി പറയുകയാണ്. എന്ത് പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നങ്ങളൊക്കെ മാറ്റുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. ഇതൊരു പ്രത്യേക പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന അമ്മ മാതാവ് വെളിപ്പെടുത്തി തന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ അധിക ഭക്തിയോടുകൂടി തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും അതുപോലെ തന്നെ മുഴുവനായിട്ട് നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും കൂടെ ചെയ്യണം. തീർച്ചയായിട്ടും മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തതിന് ശേഷം നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ആ ആവശ്യങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് ഇടുക. നിങ്ങൾ ഏത് സമയത്താണ്, എത്ര കാലങ്ങൾക്ക് ശേഷമാണ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത്, ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ കമൻ്റായിട്ട് ഇടുക. തീർച്ചയായിട്ടും മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നതാണ്. ഇത് വെളിപ്പെടുത്തി തന്നൊരു പ്രാർത്ഥനയാണ്. അതുകൊണ്ട് വളരെ ഭക്തിയോടുകൂടി തന്നെ മുഴുവനായിട്ടും പങ്കുചേരുക. അതുപോലെ തന്നെ ലൈവിൽ മാതാവ് വെളിപ്പെടുത്തിയ കാര്യമാണ് ജോയിൻ ചെയ്ത് ലൈവിൽ പങ്കെടുക്കുക എന്നുള്ളത്. ലൈവിൽ നിങ്ങൾ മാതാവിനോട് നേരിട്ടാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ സമർപ്പിക്കുന്നത്. നേരിട്ട് മാതാവ് വെളിപ്പെടുന്ന ലൈവാണ്, മാതാവ് പ്രത്യക്ഷപ്പെടുന്ന ലൈവാണ്. അതുകൊണ്ട് തന്നെ മാതാവിനോട് നിങ്ങൾ നേരിട്ടാണ് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ സമർപ്പിക്കുന്നത്. അധിക ഭക്തിയോട് കൂടി തന്നെ ലൈവിൽ പങ്കുചേരുക. ലൈവിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയുടെയും പ്രശ്നങ്ങളിലും മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. ഒരാളെ പോലും മാതാവ് ഒഴിവാക്കത്തില്ല. ലൈവിൽ ആരൊക്കെ ജോയിൻ ചെയ്ത് പങ്കെടുക്കുന്നുണ്ട് അവരുടെ എല്ലാ പ്രശ്നങ്ങളിലും മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. മാതാവ് എല്ലാവരും രക്ഷിക്കുന്നുണ്ട്. അപ്പം ജോയിൻ ചെയ്ത് ലൈവിൽ പങ്കുചേരുക. കാരണം മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവാണ്, മാതാവ് പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്ന ലൈവാണ്. അപ്പം തീർച്ചയായിട്ടും അധിക ഭക്തിയോട് കൂടി തന്നെ ലൈവിൽ പങ്കുചേരുക. ലൈവ് നിങ്ങൾ ഒഴിവാക്കാതിരിക്കുക. മാതാവിൻ്റെ ഇടപെടൽ തീർച്ചയായിട്ടും എന്ത് പ്രശ്നമായിക്കോട്ടെ, നിങ്ങളുടെ എന്ത് പ്രശ്നമായിക്കോട്ടെ, ആ പ്രശ്നമെല്ലാം മാതാവ് എടുത്തു നീക്കുന്നതാണ് ഞാൻ ഉറപ്പ് പറയുന്നത്. കാരണം മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവാണ്. അമ്മ മാതാവ് എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് അമ്മയോട് ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റു മക്കളെയും കൂടെ മാതാവിലേക്ക് അടുപ്പിക്കുക. തീർച്ചയായിട്ടും മാതാവിൻ്റെ ഇടപെടലുണ്ടാകുന്ന മാതാവ് വെളിപ്പെടുത്തിയ മറ്റൊരു കാര്യമാണ്, അതായത് മാതാവ് നമ്മളോട് പ്രോമിസ് ചെയ്യുന്ന 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാ ദിവസവും ലൈവിൽ പങ്കെടുത്തുകൊണ്ട് അതത് ദിവസത്തെ പ്രശ്നങ്ങളും സന്തോഷങ്ങളും അമ്മയോട് നിങ്ങൾ ഷെയർ ചെയ്യുക. അതത് ദിവസം, അതായത് കൃത്യം 7:30 വൈകിട്ട് 7:30 ലൈവ് കണ്ടക്ട് ചെയ്യുന്നത്. ആ സമയത്ത് നിങ്ങൾ പങ്കെടുത്ത അതത് ദിവസത്തെ കാര്യങ്ങൾ അമ്മ മാതാവിനോട് നിങ്ങൾ നേരിട്ട് പറയാം. അങ്ങനെ നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ദീർഘായുസ്സും അതുപോലെ തന്നെ സമാധാനത്തോടും സന്തോഷത്തോടും കൂടിയുള്ളൊരു നല്ലൊരു കുടുംബജീവിതം. അതുപോലെ തന്നെ അമ്മ മാതാവ് മറ്റൊരു കാര്യം കൂടിയുണ്ട്, അതായത് നിങ്ങളുടെ ഒരു അപകടവും കൂടാതെ അമ്മ സംരക്ഷിക്കും. ഒരപകടം കൂടാതെ നിങ്ങൾ സംരക്ഷിക്കും. ഈ 3 കാര്യങ്ങൾ അമ്മ മാതാവ് ഉറപ്പ് പറഞ്ഞ് വെളിപ്പെടുത്തി തന്ന കാര്യങ്ങളാണ്. പക്ഷേങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ ലൈവിൽ പങ്കുചേർന്നിരിക്കണം. അമ്മ മാതാവ് എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് അമ്മയോട് ഞാൻ നന്ദി പറയുവാണ്. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വ്യക്തികളെയും അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാവുന്നതാണ്. അമ്മ മാതാവ് ഈ മുഴുവൻ വ്യക്തികളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് അമ്മയോട് നന്ദി പറയുന്നു. അമ്മ മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വ്യക്തികളും പലതര പ്രശ്നങ്ങളിലൂടെ, മക്കൾ പലതര പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. ഇവരാൽ കഴിയുന്ന രീതിയിൽ പല രീതിയിൽ ട്രൈ ചെയ്തു നോക്കി. പക്ഷേ തീരാത്ത ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ഇവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അമ്മ മാതാവ് ഇവരെ വിടുവിക്കണമേ. അമ്മയുടെ ഇടപെടൽ ഇവരുടെ കാര്യത്തിൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അമ്മേ മാതാവേ, ഞാൻ ഓരോരുത്തരെയും ഓരോ മക്കളെയും ഞാൻ സമർപ്പിച്ചുകൊണ്ടാണ് ഞാൻ അമ്മയോട് പറയുന്നത്. അമ്മേ മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളെല്ലാവരും തന്നെ അമ്മയുടെ മക്കളാണ്. അതുകൊണ്ട് തന്നെ അമ്മ മാതാവ് ഇവരെ വിടുവിക്കണമേ. ഇവരുടെ പ്രശ്നങ്ങളെല്ലാം അമ്മ തകർത്ത് കളയണമേ. അമ്മേ മാതാവ് ഇവരെ സന്തോഷത്തോടെ സമാധാനത്തോടു കൂടിയുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. ഈ പ്രാർത്ഥനയിൽ ഏത് സമയത്താണോ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത്, എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടാണോ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത്, ആ സമയത്ത് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട് എങ്കിൽ ആ വ്യക്തിക്ക് പൂർണ്ണ ആരോഗ്യവും പൂർണ്ണ ശക്തിയും പൂർണ്ണ സന്തോഷവും പൂർണ്ണമായ സമാധാനവും നൽകിക്കൊണ്ട് നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അമ്മയുടെ ഇടപെടൽ തീർച്ചയായിട്ടും ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളെയും ഞാൻ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ സമർപ്പിച്ചുകൊണ്ട് അമ്മേ മാതാവ് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അമ്മേ മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും ഒരു മകൻ അല്ലെങ്കിൽ മകൾ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരാണ് എങ്കിൽ അമ്മേ മാതാവേ, അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിക്കൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച അവർക്ക് നൽകിക്കൊണ്ട് അമ്മേ മാതാവ് ഇവർക്ക് നല്ലൊരു പേരുകെട്ട കുടുംബമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ അമ്മേ മാതാവേ, കടബാധ്യതകളിലൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അമ്മേ മാതാവ് അവരുടെ കടബാധ്യതയൊക്കെ മാറിക്കൊണ്ട് ഇനിയൊരിക്കലും കടമെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവാതിരിക്കുവാൻ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. അതുപോലെയുള്ള സാമ്പത്തിക വളർച്ച അവർക്ക് നേടിക്കൊടുക്കണമേ അമ്മേ മാതാവേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും ഒരു മക്കൾക്ക് അത്തരത്തിൽ സാമ്പത്തികപരമായിട്ടുള്ള ഞെരുക്കങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ ഏതെങ്കിലും മക്കൾ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും മക്കൾ ബിസിനസ് പരമായിട്ടോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുവാനായിട്ടോ
ഭാവിയിലേക്ക് ചെയ്യുവാനായിട്ടോ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ അമ്മേ മാതാവേ അവരുടെ ആ ഒരു തീരുമാനങ്ങളെല്ലാം അമ്മ പരിഗണിച്ചുകൊണ്ട് അവരെ കാത്ത് സംരക്ഷിക്കണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ ജോലിയില്ലാത്ത ഏതെങ്കിലും മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവ് അവർക്ക് നല്ലൊരു ജോലി ലഭിക്കുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവ് അവർക്ക് വിസ ലഭിക്കുവാനുള്ള അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. ടിക്കറ്റിന് വേണ്ടി കാത്തിരിക്കുന്നവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ടിക്കറ്റ് ലഭിക്കുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. ഇൻ്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരുണ്ട് എങ്കിൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവ് അവരുടെ ഇതിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന വിദ്യാർത്ഥികൾ അത്തരം ആൾക്കാർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവ് അവർക്ക് എക്സാം നല്ല രീതിയിൽ എഴുതുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അമ്മ ഇവരെല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ് അമ്മേ മാതാവേ. ഇവരുടെ എക്സാമുകളിൽ ഇവരുടെ ജോലിയുടെ ഏത് സാഹചര്യം ഏത് മേഖലയാണെങ്കിലും അവർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലാണെങ്കിലും ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും അതെല്ലാം മാറിപ്പോകാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ ശമ്പളം കിട്ടാതിരിക്കുന്ന ഏതെങ്കിലും മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവ് അവർക്ക് പെൻഡിങ്ങിൽ കിടക്കുന്ന ശമ്പളം കിട്ടുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. കുറച്ചുകൂടെ ഉയർച്ചയിലേക്ക് അവർക്ക് ജോലി ലഭിക്കുവാനായിട്ട് ഇല്ലെ കമ്പനി മാറുവാനായിട്ട് ഏതെങ്കിലും മക്കൾ ഈ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ അമ്മേ മാതാവ് അവരുടെ പ്രാർത്ഥന ശ്രവിച്ചുകൊണ്ട് അവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ വിവാഹം നടക്കാത്ത മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവ് അവരുടെ വിവാഹം പെട്ടെന്ന് തന്നെ നടക്കുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. മക്കളില്ലാത്തവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവേ പെട്ടെന്ന് തന്നെ അവർക്ക് മക്കളുണ്ടാവാനും നല്ലൊരു കുടുംബമായിട്ട് മുന്നോട്ട് പോകാനും അവരെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ അമ്മേ മാതാവേ വിവാഹം നടക്കാത്തതുപോലെ തന്നെ അമ്മേ മാതാവ് പലതരത്തിലുള്ള തെറ്റായ ബന്ധങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവ് അവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടായിക്കൊണ്ട് നല്ലൊരു അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച് വളരുന്ന മകനും മകളുമായിട്ട് മാറുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ തീർച്ചയായിട്ടും ഉണ്ടാവണമേ അമ്മേ മാതാവ്. അമ്മയുടെ ഇടപെടൽ അത്തരം കാര്യങ്ങളിലൊക്കെ ഉണ്ടാവണമേ അമ്മേ മാതാവ്. ഇവരെല്ലാവരും അമ്മ രക്ഷിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ് അമ്മേ മാതാവ്. കുടുംബത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അമ്മേ മാതാവ് മാതാപിതാക്കളും മക്കളും തമ്മിൽ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഇല്ലെങ്കിലും മാതാപിതാക്കളുടെ ഇടയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ മദ്യപാനം മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുമായിട്ടുണ്ടെങ്കിൽ അമ്മേ മാതാവ് അവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അമ്മ മാതാവ് ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. അത്തരം ആൾക്കാർ അത്തരത്തിലുള്ള പൈശാചികമായിട്ടുള്ള ബന്ധങ്ങളിൽ നിന്ന് അമ്മ മാതാവ് തീർച്ചയായിട്ടും അവർ വിടുവിക്കണമേ അമ്മേ മാതാവേ. അമ്മ മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അമ്മ മാതാവേ അവരുടെ രോഗാവസ്ഥകളൊക്കെ പരിഗണിച്ചുകൊണ്ട് അവരുടെ രോഗാവസ്ഥകളൊക്കെ മാറ്റിക്കൊണ്ട് അമ്മ മാതാവ് അവരെ വിടുവിക്കണമേ അമ്മ മാതാവേ. മാതാവ് എല്ലാവരുടെയും കാര്യത്തിൽ അനുഗ്രഹം നടത്തുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ് അമ്മ മാതാവേ. ഏത് തരത്തിലുള്ള രോഗമാണെങ്കിലും അതുപോലെ തന്നെ മുന്നോട്ട് രോഗങ്ങൾ വരാതിരിക്കുവാൻ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മ മാതാവേ. അതുപോലെ തന്നെ യാത്രകൾ ചെയ്യുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വ്യക്തികളെയും യാത്ര ചെയ്യുന്നതാണെങ്കിലും നടക്കുന്നതാണെങ്കിലും ഏത് തരത്തിലാണെങ്കിലും അമ്മ മാതാവേ അമ്മയുടെ സംരക്ഷണ വലയത്താൽ അവരെ സംരക്ഷിക്കണം, അവരെ സുരക്ഷിതമാക്കണമേ. അവർക്കൊരു അപകടവും കൂടാതെ അമ്മയുടെ ഇടപെടൽ മൂലം അവരെ കാത്തു സംരക്ഷിക്കണമേ അമ്മ മാതാവേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത മുഴുവൻ വ്യക്തികളെയും പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും അവരെല്ലാവരെയും അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് അമ്മയോട് ഞാൻ നന്ദി പറയുവാണ്. എത്ര തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും അമ്മ മാതാവ് എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു അമ്മ മാതാവേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വ്യക്തികളും ലൈവിൽ ജോയിൻ ചെയ്തുകൊണ്ട് ലൈവിൽ എല്ലാ ദിവസവും അമ്മയോട് ഏറ്റുപറയുന്ന മക്കളായി മാറുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അമ്മ മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത മുഴുവൻ വ്യക്തികളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങൾ കമൻ്റായിട്ട് ഇടുക. അമ്മ മാതാവ് എല്ലാവരും അനുഗ്രഹിച്ചിരിക്കുന്നു.